എനിക്ക് അസൂയൊന്നുമല്ല. അമ്മ ചോദിച്ചാൽ എന്താ പറയാ? പൂ പറിക്കാനല്ലേ നമ്മൾ ഇവിടെ വന്നത്. എന്നിട്ടിപ്പോ നീ പൂമ്പാറ്റനെ കളിപ്പിച്ചോണ്ടിരിക്കാം. വേഗം പൂ പറിച്ച് പോവാ. ഞാൻ ഇവിടുന്ന് പോവാ, വേണേ വന്നോ. ഞാൻ പോവാ, എനിക്ക് വയ്യ നിന്റെ ഈ ഓരോ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പോ അതിനെന്തേലും ഉണ്ടോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പറിക്കണമെന്ന്. എന്നിട്ട് നീ പറിച്ചില്ലല്ലോ. വേണമെങ്കിൽ പറിക്കും. വേഗം പറിച്ചെടുത്തിട്ടോ, ഞാനിപ്പോ പോകും വീട്ടിലേക്ക്. എനിക്ക് കുറെ കിട്ടി. ഇവിടെയും കുറേ പൂമ്പാറ്റകളുണ്ട്. എല്ലാ പൂമ്പാറ്റകളും പോയി എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യും, പൂക്കളിടാൻ നോക്ക് കേട്ടോ. ഞാൻ പോവാം. ആ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, ഈ ബാസ്ക്കറ്റൊക്കെ നീ എടുത്തു വാ. എന്നാ നിനക്ക് ഞാൻ പൂക്കൾ തരാം. എന്ത് പറയുന്നു? ഓക്കെ? ശരി. അല്ല പിന്നെ പൂക്കളൊന്നും പറിക്കാനും വരൂല. പോക്കാണെങ്കിൽ പൂക്കളും വേണമല്ലേ? ഞാൻ കൊടുക്കാം. വേഗം എടുത്തു വാ. എന്നോടാ കളി. ചേച്ചിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ പിന്നീട് വല്ലതും പറയുന്നുണ്ടോ? എന്നാ ശരി, ഞാൻ പോട്ടെ. വേഗം എടുത്ത് വാ. അമ്മേ, ഈ ചേച്ചിക്ക് പൂക്കൾ ഇടാനൊന്നും അറിയില്ല. പൂക്കൾ തീരെ കൊള്ളൂല അമ്മേ. അതിനിപ്പോ നിന്നോട് ആരെങ്കിലും ചോദിച്ചാ എങ്ങനെയുണ്ടെന്ന്? ആഹാ, മക്കളെല്ലാവരും എങ്ങോട്ടേക്കാ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാ. ഞങ്ങള് മാളും പേറും പൂപ്പറിക്കുന്ന കണ്ടു വന്നതാ. ഏതായാലും വന്നത് നന്നായി. നല്ല പൂക്കളം. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പൂക്കളം? അടിപൊളിയാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ തോറ്റില്ലേ? അഹങ്കാരം ദിവസം കാണാം. ഏതായാലും കുട്ടികൾ വന്നതല്ലേ, ഫുഡൊക്കെ കഴിച്ചു പോയാൽ മതിട്ടോ. അതൊന്നും വേണ്ടായിരുന്നു. ആ പിന്നെ ഏതായാലും വന്നതല്ലേ, ഫുഡൊക്കെ കഴിച്ചെന്നെ പോവാം. തോന്നിവാസം പറയാതെ മിണ്ടാതിരിക്കും. കുറച്ച് ഗമ കാണിക്കും. ഗമയോ? ഈ പാറുവിന്റെ അടുത്തോ? അയ്യേ, നീയൊന്നും എൻ്റെ ഒരു ഗമയും. പോയിക്കേ, ഞാൻ പോവാ. വരികയാണെങ്കിൽ വന്നോ. നിന്നോട് പറഞ്ഞ എന്നെ വേണം പറയാം. അയ്യോ, ചോട്ടില്ലേ ചോട്ടില്ലേ ചോട്ടില്ലേ. ഓ സോറി. അതേതായാലും നന്നായി, സൂപ്പർ ആയിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് സമാധാനമായത്, ആശ്വാസമായി. മക്കള് വാ. ശരി കുഞ്ഞമ്മേ. അപ്പൊ നീയും കൂടി ചേർന്നിട്ടതാവൂലേ? പിന്നെ ഞാനിട്ടതാണ്. അതൊക്കെ ഞാൻ വരച്ചെടുത്തതാ. ഞാൻ വരച്ചു കൊടുത്തു. ആ ചേച്ചി എന്താ ആ പൂക്കൾ മാത്രം ഇട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തതാ. ആണോ? അതൊക്കെ നീറ്റ് വരക്കാൻ പറ്റുമോ? ഞാൻ വരച്ചതാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളി. ഓ പിന്നെ മോള് വെറുതെ പറയാം. അതൊക്കെ വരക്കാൻ മാത്രം അത്രയ്ക്കും വലിയ വരയൊന്നും നിനക്കുണ്ടായിരുന്നില്ലല്ലോ. ക്ലാസ്സിൽ ടീച്ചർ ചിത്രം വരക്കാൻ പറഞ്ഞ നീ വട്ടപ്പൂജ ഇട്ട് വെക്കലുണ്ടായിരുന്നല്ലോ. നിനക്ക് ചിത്രമൊക്കെ വരക്കാൻ അറിയോ? അത് പാറൊന്ന് വരച്ചതല്ലേട്ടോ, അവള് വെറുതെ പറയാ നമ്മളെ പുഴുവാക്കാൻ. അത് ശരിയാ, അവള് നുണ പറയാ, കണ്ടറിയാം. അവൾക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ വരക്കാൻ പറ്റുക അല്ലേ? അവളുടെ ഒരു പൂക്കളം.